ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് വേൾഡ്. നമുക്കിന്ന് നല്ലൊരു ഹോം റെമഡി ഒറ്റമൂലി മരുന്ന് തയ്യാറാക്കാം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, ഒട്ടുമിക്ക ആൾക്കാരിലും ശരീരത്തിൽ മുഴകൾ ഉണ്ടാകാറുണ്ട്. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ശരീരത്ത് സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തായിട്ട് മുഴകൾ കാണാം. പിന്നെ ശരീരത്തിനകത്ത് മുഴകളുണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ഉണ്ടാകുന്ന മുഴകൾ, അതായത് അത് ചിലപ്പം ദശമുഴകളായിരിക്കും, ചിലപ്പം ചില മുഴകൾ അപകടകാരികളായി മാറാറുണ്ട്. അപ്പോൾ ഈ മുഴകൾ അപകടകാരികളാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഹോം റെമഡി ഒറ്റമൂലി മരുന്നാണിത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നുമാണ്. ഞാനിത് തയ്യാറാക്കി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. ഈ മരുന്ന് നല്ല ഒരു ഒറ്റമൂലി മരുന്നാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഈ മുഴകൾ അപകടകാരികളാകാതിരിക്കാൻ വേണ്ടി ഈ മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കി കഴിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 കറ്റാർ വാഴപ്പോളയുടെ ഇതാണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് 3 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുമ്പം നല്ല പച്ച കളറുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ 3 ഇതുമാതിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുള്ള്, അതായത് ഈ സൈഡിലുള്ള മുള്ള് ആദ്യം നമുക്കൊന്ന് മാറ്റാം. ഇതുപോലെ സൈഡിലുള്ള മുള്ള് മാറ്റിക്കളയണം. നമ്മൾ കറ്റാർ വാഴപ്പോള എടുത്ത് അത് കട്ട് ചെയ്ത് വെക്കുമ്പം അതിൽ നിന്നൊരു കറ പോകാറുണ്ട്. ആ കറയൊക്കെ മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം ഇതുപോലെ. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലുള്ള മുള്ള് ഇതുപോലെ എടുത്ത് മാറ്റി വെക്കണം. വെയിലത്തൊക്കെ നിൽക്കുന്ന കറ്റാർ വാഴപ്പോള എടുക്കാതെ തണലത്ത് വളരുന്ന നല്ല പച്ചയായിട്ടുള്ള കറ്റാർ വാഴപ്പോള തന്നെ വേണം ഇതിനെടുക്കാനായിട്ട്. ഇത് 3 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. മരുന്ന് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗൾ നമുക്ക് എടുക്കണം. അതിനുശേഷം ഈ കറ്റാർ വാഴപ്പോള എടുത്ത് ചെറുതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കട്ട് ചെയ്തിടണം. മാക്സിമം ഇത് ചെറുതാക്കി തന്നെ ഇതുപോലെ കട്ട് ചെയ്തിടണം. കറ്റാർ വാഴ, വെയിലത്ത് വളരുന്ന കറ്റാർ വാഴപ്പോള അതിനകത്തുള്ള ജെല്ല് വറ്റിപ്പോകും. അങ്ങനെ അല്ലാത്തത് നോക്കി വേണം എടുക്കാനായിട്ട്. തണലത്ത് വളരുന്നതാകുമ്പോഴത്തേക്കും ഇതുപോലെ ഇതിനകത്ത് ജെല്ല് കാണും. ഇതുപോലെ 3 നമ്മളെടുത്ത് കട്ട് ചെയ്തിടണം. അപ്പം നമ്മൾ കുറച്ച് മരുന്നാണ് ഉണ്ടാക്കുന്നെങ്കിൽ 2 ആയാലും മതി കേട്ടോ. അപ്പം ഞാൻ 3 എടുത്തിരിക്കുന്നത്. അപ്പോൾ അളവെല്ലാം നമുക്ക് മരുന്നിൻ്റെ അളവെല്ലാം കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 3 കറ്റാർ വാഴപ്പോളയും ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. ഞാനിപ്പോൾ ഇതുപോലെ തേൻ എടുത്തിട്ടുണ്ട്. ഈ തേൻ ഇതിനകത്തേക്ക് നമ്മൾ 3 കറ്റാർ വാഴപ്പോളയ്ക്ക് 1/2 കിലോ തേൻ വേണം എടുക്കാനായിട്ട്. അതായത് ഈ കറ്റാർ വാഴപ്പോള അരിഞ്ഞിട്ടിരിക്കുന്നത് നെഹക്കെ തേൻ കിടക്കണം. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1/2 കിലോ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേൻ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തേൻ നമ്മുടെ കറ്റാർ വാഴ ജെല്ലിയിൽ നെഹക്കെ കിടക്കണം. ഇനി നമുക്ക് വേണ്ടത് ബ്രാൻഡിയോ വിസ്കിയോ എടുത്ത് 4 സ്പൂൺ വിസ്കിയോ ബ്രാൻഡിയോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. മരുന്നെല്ലാം ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ടിത് ഇളക്കി മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ മരുന്ന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ മരുന്ന് രാവിലെ നമ്മൾ എടുത്ത് 1 സ്പൂൺ രാവിലെ, 1 സ്പൂൺ ഉച്ചയ്ക്ക്, 1 സ്പൂൺ വൈകുന്നേരം, ഇങ്ങനെ 3 നേരം ശരീരത്തിൽ മുഴയുള്ള സഹോദരന്മാർ ഇതുപോലെ കഴിക്കണം. കഴിച്ചതിന് ശേഷം ഈ മരുന്ന് വൈകുന്നേരം എടുത്ത്, വൈകുന്നേരത്തെ ഡോസ് നമ്മൾ കഴിച്ചതിന് ശേഷം മരുന്നെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച മരുന്ന് രാവിലെ എടുത്ത് വീണ്ടും വെളിയിൽ വെച്ച് ഇതുപോലെ കുടിച്ചതിന് ശേഷം വീണ്ടും മിച്ചമുള്ള മരുന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇതുപോലെ ഈ മരുന്ന് കംപ്ലീറ്റ് തീരുന്നത് വരെ കുടിക്കാവുന്നതാണ്. 10 ദിവസത്തോളം ഈ മരുന്ന് കുടിക്കാൻ കാണും.
വീട്ടിലുള്ള ശരീരത്തിൽ മുഴയുള്ള എല്ലാവരും തന്നെ ഇത് ഓരോ സ്പൂൺ കഴിച്ചാൽ വളരെ നല്ലതാണ്. ഈ മുഴകൾ ശരീരത്തിൽ ഉള്ള മുഴകൾ നമുക്ക് ഭയം കൂടാതെ ഈ മരുന്ന് കുടിച്ചാൽ അപകടകാരികളാകാതിരിക്കും മുഴകൾ. അങ്ങനെ നമ്മളിപ്പോൾ 1 മാസം കഴിച്ചതിന് ശേഷം അടുത്ത മാസം വീണ്ടും നമുക്കിതുപോലെ 1 മാസത്തിൽ 10 ദിവസം കഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് പിറ്റേ മാസവും ഇതുപോലെ മുഴകളുള്ള സഹോദരങ്ങൾ കഴിക്കണം. കഴിച്ചതിന് ശേഷം നമ്മളിത് പിന്നെ ആകുമ്പോഴത്തേക്ക് 2 3 മാസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മുഴകൾ മാറുന്നതിനുള്ള നല്ലൊരു ആയുർവേദ ഒറ്റമൂലി മരുന്നാണിത്. മുഴകൾ ശരീരത്തിൽ അത് വലുതായിട്ടിരിക്കുന്ന മുഴകളെല്ലാം ചുരുങ്ങും. അത് എന്നാലും കംപ്ലീറ്റ് ആ മുഴകൾ പോകത്തില്ല. മുഴകൾ പോയില്ല എന്ന് പറയരുത്, കാരണം മുഴകൾ കംപ്ലീറ്റ് മാറത്തില്ല. മുഴകൾ അപകടകാരികളാകാതിരിക്കാനുള്ള മരുന്നാണിത്. നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന മരുന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്